കൗതുകപരമായ ഒട്ടനവധി ആചാരങ്ങൾ ഇന്നും നിലനിർത്തി വരുന്ന വിഭാഗങ്ങളാണ് വനവാസികൾ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മൺമറഞ്ഞ മരുമക്കത്തായ സമ്പ്രദായം ഇന്നും നിലനിർത്തുന്നവരാണ് ഇവർ. എന്നാൽ സ്വത്തവകാശത്തിന്റെ പേരിലല്ല, മറിച്ച് ഒരു വാദ്യോപകരണത്തിന്റെ കാര്യത്തിലാണ് ഈ സമ്പ്രദായം ഇന്നും നിലനിർത്തി പോരുന്നത്. കൂട്ടമ്പുഴ പന്തപ്ര കോളനിയിലെ മുതുവാൻ വിഭാഗത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടിലേക്ക്. കാഴ്ചയിൽ ചെറിയൊരു വാദ്യോപകരണം, വാദനത്തിന് അത്ര വലിയ വൈദഗ്ധ്യം ആവശ്യമായിരിക്കില്ല എന്നും തോന്നും. എന്നാൽ സംഗതി അല്പം പഴക്കമുള്ളതാണ്. അല്പം പഴക്കമെന്ന് നിസ്സാരമായി പറഞ്ഞാൽ പോരാ, 4 തലമുറയുടെ പഴക്കമുണ്ടെന്നാണ് ഇതിന്റെ ഉടമസ്ഥൻ പറയുന്നത്. വനവാസി വിഭാഗമായ മുതുവാൻ ഗോത്രത്തിന്റെ തനത് വാദനോപകരണമാണ് ഇത്. പേര് ഗോത്രഭാഷയിൽ പറഞ്ഞാൽ കൊയൽ. കുട്ടമ്പുഴ പഞ്ചായത്തിലെ പന്തപ്ര വനവാസി ഉന്നതിയിലെ കാഞ്ചിയപ്പനാണ് നിലവിൽ ഇതിന്റെ ഉടമസ്ഥൻ. ഈ ഉപകരണത്തിന് സ്ഥിരമായി ഉടമസ്ഥരില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകത. അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ലഭിച്ചത് ഏറെ വിചിത്രമായ മറ്റൊരു വിവരമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മൺമറഞ്ഞുപോയ മരുമക്കത്തായ സമ്പ്രദായം ഇന്നും ഇവർക്കിടയിൽ നിലനിൽക്കുന്നു. സ്വത്തവകാശത്തിന്റെ പേരിലല്ല, മറിച്ച് ഈ വാദ്യോപകരണത്തിന്റെ ഉടമസ്ഥ അവകാശത്തിന്റെ കാര്യത്തിലാണെന്ന് മാത്രം. കാഞ്ചിയപ്പന് ഇത് ലഭിച്ചത് തന്റെ അമ്മാവനിൽ നിന്നാണ്, അതും 15-ാം വയസ്സിൽ. വാദനം അഭ്യസിപ്പിച്ചതും അമ്മാവൻ തന്നെ. കാഞ്ചിയപ്പന് ഇപ്പോൾ പ്രായം 78, അതായത് 63 വർഷം പഴക്കം. ഈ വാദ്യോപകരണത്തെ 4 തലമുറയായി കൈമാറി വരുന്നു എന്ന് പറയുമ്പോൾ പഴക്കം നൂറ്റാണ്ടുകളോളം വരുമെന്നതാണ് കണക്കുകൾ പറയുന്നത്. ഈട്ടിത്തടി കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ശബ്ദം പുറത്തേക്ക് വരുന്ന ഭാഗം അഥവാ മടം നിർമ്മിച്ചിരിക്കുന്നത് ഓടുകൊണ്ടാണ്. കൊയലിനൊപ്പം മറ്റ് വാദ്യോപകരണങ്ങളായ ഉറുമ്പിച്ചി, കൊട്ടി, മത്താളം എന്നീ ഉപകരണങ്ങളും കൂടെ ചേർന്നാൽ പിന്നെ മേളമാണ്. കൊയ്യല് പറയും 7 കൊല്ലം 7 തലമുറ 7 തലമുറ കഴിഞ്ഞ കൊയ്യലാണ് ഇപ്പോൾ. എൻ്റെ ചേട്ടൻ കൂതിക്കൊണ്ടിരുന്നപ്പോൾ അവൻ മരിച്ചുപോയി. രണ്ടാമത് എൻ്റെ കൈക്ക് വന്നു. ഇനി ഞാൻ മരിക്കുമ്പോൾ ആരാ എന്ന് പറയുമ്പോഴത്തേനും ഇപ്പൊ എല്ലാവർക്കും കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. ഇത് കുഞ്ഞാൾ മുതൽ ശീലിച്ചു കഴിയുമ്പോഴത്തേനും മാത്രമേ ഇത് ഓരോന്ന് ആയിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മരുമക്കത്തായം എന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപേ അസ്തമിച്ചുപോയ ഒന്നാണ്. എന്നാൽ ഈ ഉപകരണത്തിന്റെ അവകാശത്തിനു വേണ്ടി മാത്രം വനവാസി വിഭാഗങ്ങൾ ഈ സമ്പ്രദായം നിലനിർത്തിപ്പോരുന്നു എന്നതാണ് ഏറെ ആശ്ചര്യമായിരിക്കുന്ന വസ്തുത. ന്യൂസ് ഡെസ്ക്, KCB ന്യൂസ്.